ജനനായകനല്ല, മറ്റേ തമിഴ് വെട്ടിക്കഴകം ആ ഒരു മൂഡ്, അതിന്റെ ഒരു എൻഡിങ് അടിപൊളി. വിജയ് ഫാൻസ് മാത്രമല്ല എല്ലാവരും കാത്തിരുന്ന ജനനായകൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ പടം കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് പ്രേക്ഷകർ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതിന് കൊള്ളത്തില്ല പടം, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അടിപൊളി പടം, തിയേറ്റർ എക്സ്പീരിയൻസ് വേണം ചെയ്യണം ഫസ്റ്റ്. ഓക്കെ, ഇപ്പോൾ തലവതയുടെ ലാസ്റ്റ് ഒരു ഫിലിമാണല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ആവറേജ് ഒരു ഫിലിമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹൈപ്പിനൊത്ത് ഓക്കെ, അത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ലെവലൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും ഓക്കെ, ഒരു ഓക്കെ ഫിലിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുകയാണ്. അടിപൊളി അണ്ണൻ തകർത്ത്. ജനനായകനല്ല, മറ്റേ തമിഴ് വെട്ടിക്കഴകം ആ ഒരു മൂഡ്, അതിന്റെ ഒരു എൻഡിങ്. പടം നല്ല പടമാണ്. കൂടുതലായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ടും വിജയ് പൊളിറ്റിക്സിലോട്ട് പോകുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. എന്നാലും മാസ് സീൻസിനൊന്നും ഒരു കുറവുമില്ല. നമ്മൾ ഈ എക്സ്പെക്റ്റ് ചെയ്ത മാസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പടത്തിൽ. ചാൻസ് ഉറപ്പായിട്ടും നല്ല ചാൻസ് ഉണ്ട്. പടം അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. വിജയ് ഫാൻസിനൊക്കെ അടിപൊളി കാണാൻ അടിപൊളിയാണ്. അത്യാവശ്യം പ്രിന്റ് ഒക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് ആൾക്കാർ കാണാൻ വരുന്നതിന് ബാധിക്കും തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. മിക്ക ഫാൻസുകാരും ഇങ്ങനെ പ്രിന്റ് ഒന്നും കണ്ടിട്ടില്ലെന്നാണ് അഭിപ്രായം. ദളപതി ഫാൻസ് 10 വയസ്സേക്കുള്ളിലെ പടം. ഉറക്കം നഷ്ടപ്പെട്ട് 150 രൂപ നഷ്ടപ്പെട്ട് പുള്ളി പടം നിർത്തി നന്നായി ഞാൻ പറയുള്ളൂ. ലിയോയും കൊണ്ട് നിർത്തണമായിരുന്നു. ഇത്രയും വൃത്തിയായിട്ടൊരു പടം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തിയായിട്ടൊരു വാരിസായിരുന്നു. അതിലും വൃത്തിയായിട്ടാണ്.